ഓൾ ഇന്ത്യ പെർമിറ്റ് ബസ്സുകളെ തടയാനാവാതെ KSRTCയും കേരള സർക്കാരും വലയുമ്പോൾ അത്തരം സർവീസുകളെ സമർത്ഥമായി പൂട്ടാനുള്ള നടപടികളുമായി തമിഴ്നാട് രംഗത്തുണ്ട്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള ഏകോപനത്തിലൂടെയാണ് ഇത് സാധ്യമായത്. ഗൂഡല്ലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് സർവീസ് നടത്തിയ ഓൾ ഇന്ത്യ പെർമിറ്റുള്ള സ്വകാര്യ ബസ്സിനെയാണ് ഏറ്റവും ഒടുവിൽ തമിഴ്നാട് പൂട്ടിയത്. 2 ആഴ്ചയായി ബസ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. റൂട്ട് പെർമിറ്റ് ലംഘിച്ചു എന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചതോടെയാണ് നടപടി സ്വീകരിച്ചത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ യാത്രക്കാരായി ടിക്കറ്റ് എടുത്ത ബസ്സിൽ കയറി. ഇടയ്ക്ക് വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിക്കാൻ കയറി. ഇവരോട് ബസ് സമാന്തര സർവീസാണെന്ന് തെളിവ് സഹിതം ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജീവനക്കാർ മൊഴി കൊടുക്കുകയായിരുന്നു. തെളിവ് ലഭിച്ചതോടെ ബസ് പിടിച്ചിട്ടു. കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സമാന്തര സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുമെങ്കിലും ഒന്നും സംഭവിക്കാറില്ല. ബസ്സുകാർക്കെതിരെ മൊഴി കൊടുക്കാൻ ആരും തയ്യാറാവാത്തതാണ് പ്രധാന കാരണം. ബസ് ജീവനക്കാരുടെ ഭീഷണി മൂലമാണ് തെളിവ് നൽകാൻ യാത്രക്കാർ തയ്യാറാകാത്തതെന്നാണ് പറയപ്പെടുന്നത്. തെളിവില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാനാകാതെ അധികൃതർ മടങ്ങുകയും ചെയ്യും. നേരത്തെ അന്തർസംസ്ഥാന റോഡുകളിൽ മാത്രം സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ KSRTCയുടെ സ്വന്തം റൂട്ടുകളിലും സർവീസ് നടത്തുന്നുണ്ട്. ഇതോടെ KSRTCയുടെ വരുമാനവും ഇടിഞ്ഞു. എല്ലാ കാര്യത്തിനും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ മാത്രം നടത്തുന്ന യൂണിയനുകൾ തമിഴ്നാട് മോഡൽ ഇടപെടൽ നടത്താൻ തയ്യാറാകുന്നില്ല. സ്വകാര്യ ബസ്സുകൾക്ക് അനുകൂല നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപവുമുണ്ട്.